ഹലോ ഹായ് നമസ്തേ, ഇത് ആയുഷാണ്. ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 31 ആണ്. നാളെ പുതുവത്സരം ആരംഭിക്കുകയാണ്. ഈ പുതുവത്സരം ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ എത്തിയിട്ടുള്ളത് ആലപ്പുഴയിലാണ്. ആലപ്പുഴ എന്ന് കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് ഇവിടെ വന്ന് കള്ളടിച്ച് ആഘോഷിക്കാനാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇവിടെ ആലപ്പുഴ ബീച്ച് കാർണിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ബീച്ച് കാർണിവലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വലിയൊരു പെറ്റ് ഷോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ പെറ്റ് ഷോ നടത്തുന്നത് പത്തനംതിട്ടയിലെ ഫേമസ് പെറ്റ് ഷോപ്പായ മിക്കി പെറ്റ്സ് ആണ്. ഞാനിപ്പോൾ എത്തിയിട്ടുള്ളതും അവർക്കൊപ്പമാണ്. ഈ പെറ്റ് ഷോയിലെ കാഴ്ചകളൊന്ന് കാണിക്കാം. പിന്നെ അതിനൊപ്പം തന്നെ ആലപ്പുഴ ബീച്ചിലെ പുതുവത്സരാഘോഷം എങ്ങനെയുണ്ടെന്നുകൂടെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഇനി വീഡിയോയിലേക്ക്. ഇവിടെ ബീച്ചിലേക്ക് എത്തിയപ്പോൾ തന്നെ ഇവിടെ ഒരുപാട് പബ്ലിക്കാണ്. കാരണം ഡിസംബർ 31 ആയതുകൊണ്ട് തന്നെ ഈ പുതുവത്സരം ആഘോഷിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വെളിയിൽ തന്നെ ഒരുപാട് റൈഡുകളുണ്ട്. മരണക്കിണറാട്ടെ, ആകാശ ഊഞ്ഞാല, അങ്ങനെ ഒരുപാട് റൈഡുകൾ ഇവിടെ ഉണ്ട്. അതിനൊക്കെ പാസുകൾ എടുത്തിട്ട് ആളുകൾ വെയിറ്റിങ്ങിലാണ്. കാരണം ഇത് പെട്ടെന്ന് കയറാൻ പറ്റത്തില്ല, കാരണം അതേപോലെ തിരക്കുണ്ട്. പിന്നെ നമ്മൾ ഈ ക്യാമറയും തൂക്കി നടക്കുമ്പോഴും ആളുകളൊന്നും നമ്മളെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല. ഒന്നാമത് വെച്ചാൽ നമ്മളെയൊന്നും ആർക്കും അറിയത്തില്ല. കാരണം 1,00,000 പേര് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. 7-8 കൊല്ലമായിട്ട് വ്ളോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതുപോലെ അങ്ങ് ഫേമസ് ഒന്നും ആയിട്ടില്ല. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല, 1-2 റീൽസ് ചെയ്യുന്ന പെൺകുട്ടികളെ വരെ ആളുകൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. നമ്മളെയൊന്നും ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെയാണ് ബീച്ച് കാർണിവലുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സിബിഷനൊക്കെ നടക്കുന്നത്. ഇതിനുള്ളിലാണ് പെറ്റ് ഷോയും അതേപോലെ അവതാർ തീമിലുള്ള മറ്റ് ഷോയൊക്കെ നടക്കുന്നത്. പിന്നെ ഇതിനുള്ളിലേക്ക് കയറാൻ വേണ്ടി പാസ് ഉണ്ട്. പക്ഷെ നമുക്ക് പാസ് ആവശ്യം വന്നില്ല, കാരണം നമ്മൾ പെറ്റ് ഷോയുമായിട്ട് ബന്ധപ്പെട്ട് വന്നതായതുകൊണ്ട് നമുക്ക് ഫ്രീ എൻട്രി ആയിരുന്നു. പിന്നെ നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ മൊത്തത്തിലൊരു ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു തീമാണ് ചെയ്തേക്കുന്നത്. കാരണം അവതാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തീമിലാണ് ഈ ഷോ ഇതിനുള്ളിൽ സംഘടിപ്പിച്ചേക്കുന്നത്. പിന്നെ നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ആദ്യമേ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഏവിയറിയാണ്. ഇവിടെയാണ് പെറ്റ് ഷോ നടക്കുന്നത്. ഇപ്പം തന്നെ അത്യാവശ്യം നല്ലൊരാൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരുപാട് ആളുകൾ ഇവിടെ പെറ്റ് ഷോയൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനുള്ളിലേക്ക് കൂടുതലായിട്ടും വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലികളാണ്. കാരണം ഫാമിലിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുമായിട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെയുള്ള ഷോയൊക്കെ കാണുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഈ എക്സോട്ടിക് ബേഡ്സ് ആയിട്ടുള്ള മക്കാവു അല്ലെങ്കിൽ ഗ്രേ പാരറ്റ്സ്, അതേപോലെ എക്സോട്ടിക് സ്നേക്സ്, ഇതിനെയൊക്കെ കയ്യിലും തോളിലൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കുന്നതിന് പിന്നെ ചെറിയൊരു ഫീസ് അഡീഷണൽ നൽകേണ്ടി വരും. അല്ലാതെ ഫോട്ടോ എടുക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയൊരു ഫീസേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഒരു സന്തോഷമല്ലേ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ പെറ്റ് ഷോ അറേഞ്ച് ചെയ്തിട്ടുള്ള പത്തനംതിട്ട മിക്കി പെറ്റ്സിലെ വിഷ്ണു ഉണ്ട് ഇവിടെ. നമുക്ക് വിഷ്ണുവായിട്ടൊന്ന് സംസാരിക്കാം. ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന മിക്കി പെറ്റ് ഷോയുടെ ഭാഗമായിട്ട് ഓപ്പൺ ഏവിയറിയാണ് നമ്മൾ ഈ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 400-ൽ പരം പക്ഷികളെ നമ്മളിവിടെ തുറന്നു വിട്ടിട്ടുണ്ട്. അതിലുപരി ഏകദേശം ഒരു 15 വെറൈറ്റി എക്സോട്ടിക് സ്നേക്കുകളെ നമ്മളിവിടെ പ്രദർശനം ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കരിയറിൽ വെച്ച് ഏറ്റവും നല്ല രീതിക്ക് നടത്തിയൊരു പ്രോഗ്രാം എന്ന് തന്നെ വേണമെങ്കിൽ ഇത് പറയാം. കാരണം നമ്മളിവിടെ നല്ല രീതിക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന രീതിക്ക് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞത് നമുക്ക് ഏറെ സന്തോഷം. അപ്പോൾ എല്ലാവർക്കും മിക്കി പെറ്റ്സിൻ്റെ നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ പെറ്റ് ഷോ കാണാൻ ഒരുപാട് തിരക്കുകളായി തുടങ്ങുന്നുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ ക്യാമറ കണ്ടിട്ട് പല ആളുകളും ചോദിക്കുന്നുണ്ട്, ഞാൻ അവിടെ ഫോട്ടോ എടുത്ത് കൊടുക്കാമോ, ആ ഫോട്ടോ എടുത്തിട്ട് പിന്നീട് അയച്ചു കൊടുക്കാമെന്ന്. അത് നമ്മളെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടാണ്, കാരണം ഒരുപാട് തിരക്കുള്ള സമയമാണിത്. അതിനിടയ്ക്ക് നമ്മൾ ഇവിടെ എല്ലാം ഫോൺ നമ്പർ സേവ് ചെയ്യുക, ഫോട്ടോ എടുക്കുക, പിന്നെ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സുഖമുള്ള ഏർപ്പാടല്ല. ഇനി നമ്മൾ കയറാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവതാർ തീമിൽ തയ്യാറാക്കിയിട്ടുള്ള റോബോട്ടിക് ഷോയാണ്. ഇവിടെ വെച്ചിട്ടുള്ള എല്ലാ മോഡൽസും ചലിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലോട്ട് കയറുമ്പോൾ നമ്മൾ മറ്റേതൊരു ലോകത്ത് ചെന്നൊരു ഫീലിംഗ് ആണ്. പിന്നെ ഇവിടുത്തെ മ്യൂസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കോപ്പിറൈറ്റ് പ്രശ്നമുള്ളതുകൊണ്ട് നമുക്കത് കേൾപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ മ്യൂസിക് എല്ലാം കൂടെ വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അവതാറുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ലോകത്തെത്തിയ ഒരു ഫീലിംഗ് ആണ് എല്ലാവർക്കും കിട്ടുക. അമ്പിളി സൗണ്ട്സ് വർക്കാ നെയ്യാറ്റിക്കര എന്ന വർക്കാ നമ്മൾ ആലപ്പുഴ ബീച്ചിൽ നല്ല രീതിയിൽ അമ്യൂസ്മെൻറ്റും ബാക്കി ലൈറ്റ് ആൻഡ് സൗണ്ട് ബാക്കിയെല്ലാം നല്ല രീതിയിൽ ചെയ്തു. നല്ലൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്ലവർ ഷോ ഇതെല്ലാം ചെയ്തായിരുന്നു. എല്ലാം നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തായിരുന്നു. അമ്പിളി സൗണ്ട് തിരുവനന്തപുരം. ഇവിടെ പിന്നെ മറ്റ് ചില റോബോട്ടുകളുടെ ഒരു ഷോയും ഉണ്ട്. അതായത് ടോക്കിംഗ് റോബോട്ട്, അതുപോലെ ഡോഗ്സിനെ പോലെ നമ്മളെ ഫോളോ ചെയ്യുന്ന റോബോട്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ കൂടെ കാണിക്കുന്നില്ല, കാരണം അതൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമ്മളിപ്പോൾ ഒന്ന് തിരിച്ച് വെളിയിലേക്ക് പോവുകയാണ്. കാരണം ഇപ്പോൾ 11:55 ഇനി ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ പുതുവത്സരം തുടങ്ങുകയാണ്. അപ്പോൾ ആ വെളിയിലത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണിക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് തിരിച്ച് അകത്തോട്ട് വരാം. നമ്മളിപ്പോൾ വെളിയിലേക്ക് വന്നപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് പബ്ലിക് കൂടിയേക്കുവാണ്. നമ്മൾ അകത്തോട്ട് പോയതിൻ്റെ ഡബിൾ ആളാണ് ഇപ്പം വെളിയിലുള്ളത്. എല്ലാ ആളുകളും പുതുവത്സരത്തിനെ വരവേൽക്കാൻ വേണ്ടി എല്ലാം തയ്യാറായി നിൽക്കുകയാണ്.
അപ്പോൾ ദേ നമ്മുടെ പുതുവത്സരം ആരംഭിച്ചിരിക്കുകയാണ്, പടക്കങ്ങളൊക്കെ പൊട്ടുന്നുണ്ട്, അടിപൊളിയാണ്, ഫുൾ വൈബ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു സെലിബ്രേഷൻ ഞാൻ കാണുന്നത്. ഓ എന്നാ പവറാണ്, ജനങ്ങൾ എല്ലാം ഭയങ്കര ഹാപ്പി കേട്ടോ. എല്ലാ പ്രായത്തിലുള്ള ആളുകളും ശരിക്കും ആഘോഷിക്കുകയാണ് കേട്ടോ പുതുവത്സരം. ഇത്രയും വലിയൊരു സ്പേസിലെ നമ്മുടെ പത്തനംതിട്ടയിലൊക്കെ പല ചടങ്ങുകളും ഉണ്ടായിരുന്നു, അതെല്ലാം കളഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഇവിടെ ഫുൾ വൈബാണ്, ഫുൾ വൈബ്. പുതുവത്സര ആഘോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. കാരണം ഇത്രയും സ്പേസാണ്, ബീച്ച് പോലെ ഇങ്ങനെ ഓപ്പണായിട്ട് അങ്ങ് കിടക്കുകയല്ലേ. അപ്പോൾ നമ്മൾ ശരിക്കും ഇവിടെ പുതുവത്സരം അങ്ങ് ആഘോഷിക്കുകയാണ്. കാരണം അതേപോലെ പബ്ലിക്കാണ് ഇവിടെ എത്തിയിട്ടുള്ളത്, അതേപോലെ പബ്ലിക്ക്. ശരിക്കും നമുക്കിതൊക്കെ എൻജോയ് ചെയ്യും. എൻ്റെ ലൈഫിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പബ്ലിക്കിനൊപ്പം പുതുവത്സരം ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ വെളിയിലുള്ള ആഘോഷം ഇവിടെ അവസാനിക്കുന്നില്ല, ജനം അത് ശരിക്കും എൻജോയ് ചെയ്യുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് അകത്ത് ചില ജോലി ബാക്കിയുണ്ട്. കാരണം ഈ കാർണിവലിൻ്റെ സംഘാടകരുടെ വകയായിട്ട് അകത്തൊരു കേക്ക് കട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്, പിന്നെ ഫുഡും അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ബാക്കി വീഡിയോസ് ചെയ്യാം. പിന്നെ നമ്മൾ അകത്ത് വന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാളുകളും അടച്ചിരുന്നു കേട്ടോ. കാരണം ഇവിടെ ശരിക്കും നോർമൽ ദിവസം 10 മണി വരെയുള്ള സമയം, പിന്നെ പുതുവത്സരം ആയതുകൊണ്ട് അല്പം കൂടി നീട്ടി സമയം കിട്ടിയതാണ്. ബാക്കിയെല്ലാം നോർമൽ ദിവസവും ഇനിയും രാത്രി 10 മണി വരെ മാത്രമേ ഇതിനകത്ത് എൻട്രി ഉള്ളൂ കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് സ്റ്റാളുകളെല്ലാം അടയ്ക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എത്തുന്ന ആളുകൾ ഇതെല്ലാം ഒന്ന് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെ അകത്തെ സ്റ്റാളിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ മറ്റൊരു ദിവസം ഒന്ന് ഷൂട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്, കാരണം ടൈമിംഗ് കഴിഞ്ഞാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം നാളെ മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്.